السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക കുടുംബം എന്ന വിഷയമാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കുടുംബം എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനമാണ് അതിനുള്ളത്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നതുപോലെയാണ്. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നുപോയി. ഇതുപോലെയാണ് കുടുംബം. അത് വ്യക്തിജീവിതത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്നത് ദാമ്പത്യ ജീവിതമാണ്. ഒരു ഭാര്യയും ഭർത്താവും. അവിടെ നിന്നാണ് ഒരു കുടുംബം ആരംഭിക്കുന്നത്. അല്ലാഹു തആല സൂറത്തുൻ നബയിലൂടെ നമ്മെ അറിയിച്ചു, വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ അല്ലാഹു അതാ സൂറത്തുർ റൂമിൽ അല്ലാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും എണ്ണി പറയുന്നതിനിടയിൽ പറഞ്ഞു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ്. എന്തിനാണ് അല്ലാഹു തആല നമ്മെ ഇണകളായി സൃഷ്ടിച്ചത്? എന്തിനാണ് അല്ലാഹു തആല നമ്മിൽ നിന്ന് നമുക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത്? ലിതസ്കുനു ഇലൈഹ, ആ ഇണയിലേക്ക് സമാധാനമടയുവാൻ വേണ്ടിയാണ്. ആ ഇണയിലേക്ക് സമാധാനത്തോടെ ചെല്ലുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു നിശ്ചയിച്ചു തന്ന ആ ഇണകൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അഥവാ ദയയും സ്നേഹവും കാരുണ്യവും അല്ലാഹു ഇട്ടു നൽകിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. സഹോദരങ്ങളെ, കുടുംബം എന്നത്, ദാമ്പത്യ ജീവിതം എന്നത് അല്ലാഹുവിന്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. മനുഷ്യനെന്നാൽ ഒറ്റക്ക് ജീവിക്കുക എന്നത് സാധ്യമല്ല. മറിച്ച് ഇണയായി തുണയായി ജീവിക്കുമ്പോഴാണ് മനുഷ്യന് സമാധാനവും ആശ്വാസവും ഒക്കെ ലഭിക്കുന്നത്. അല്ലാഹു അതാ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, വിവാഹം ചെയ്തു കൊടുക്കാൻ, വിവാഹിതരാക്കി തീർക്കുവാൻ കൽപ്പിക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളിലെ വിവാഹം ചെയ്യാത്ത അവിവാഹിതരായ ആളുകളെ, അതുപോലെ തന്നെ നല്ലവരായ അടിമകളെയും അടിമ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക.
അഥവാ വിവാഹം ചെയ്തു കൊടുക്കാൻ, അവരെ ദമ്പതികളാക്കി തീർക്കുവാൻ, ഒരു കുടുംബ ബന്ധത്തിലേക്ക് അവരെ എത്തിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലാഹു തആല. ഇനി അതിന് സാമ്പത്തികമായി തടസ്സമുണ്ടോ? ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു പറയുകയാണ്, അവർ ദരിദ്രരാണെങ്കിൽ, അവർക്ക് സാമ്പത്തികമായി കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് ധന്യത നൽകും. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു തആല അതിവിശാലതയുള്ളവനാണ്. അവന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു നൽകും. അവനെല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് വിവാഹം എന്നുള്ളത്, കുടുംബജീവിതം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് 3 പേർ വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചില കാര്യങ്ങൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ വന്ന 3 സഹാബത്തിനും അവരുടെ കർമ്മങ്ങൾ വളരെ തുച്ഛമായി തോന്നുകയുണ്ടായി. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമെല്ലാം പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത ആളാണല്ലോ, എന്നിട്ടും അവിടുന്ന് ഈ രൂപത്തിൽ ഇബാദത്തുകളിൽ ഏർപ്പെടുന്നുവെങ്കിൽ ഒരാൾ തീരുമാനിച്ചു, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവനും നിസ്കരിക്കും എന്നൊരാൾ തീരുമാനിച്ചു. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി പകല് മുഴുവൻ നോമ്പിലായിരിക്കും. വേറെ മൂന്നാമതൊരാൾ പറഞ്ഞു, ഞാൻ ഇനി വിവാഹം ചെയ്യുകയില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മഹത്തായ വാക്കുകളുണ്ട്. അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു. തീർച്ചയായും നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുകയും അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ലാകിന്നി അസൂമു വഉഫ്തിറു. ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് തുറക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. വഉസല്ലി വഅർഖുദു. ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങുകയും ചെയ്യാറുണ്ട്. വഅതസവ്വജു നിസാഅ. ഞാൻ വിവാഹം ചെയ്തിട്ടുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചുവോ അവർ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അല്ല അള്ളാഹുവിന്റെ നബിമാരുടെ ചര്യയാണിത്. അള്ളാഹു പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക. ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. അവർക്ക് നാം ഇണകളെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാരുടെ ചര്യയാണ് കുടുംബം, ദാമ്പത്യം എന്നുള്ളത്. ചില വിവരമില്ലാത്ത, യുക്തിയില്ലാത്ത, ഒരു ധാർമ്മികതയുമില്ലാത്ത ആളുകൾ പറയാറുള്ളത് പോലെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാതെയാകും എന്ന് പറയുന്ന വിവരമില്ലാത്ത വിവരക്കേടിന് നമ്മൾ കാതുകൊടുക്കരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയതാണ് കുടുംബം, ദാമ്പത്യം എന്നുള്ളത്. നോക്കൂ, എത്ര ആയത്തുകളാണ്, എത്ര ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവ സമൂഹത്തെ വിളിച്ചു പറഞ്ഞില്ലേ, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിങ്ങളിൽ വിവാഹം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾ അവർ വിവാഹം ചെയ്തുകൊള്ളട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. കണ്ണുകൾ താഴ്ത്താനും ലൈംഗികാവയവം കാത്തുസൂക്ഷിക്കുവാനും അതാണ് ഏറ്റവും നല്ലത്. വമൻ ലം യസ്തതി', ഇനി ഒരാൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാ, അതവനൊരു പരിചയാണ്. എത്ര ഹദീസുകൾ. ഇനിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ തസവ്വജൽ അബ്ദു, ഒരടിമ വിവാഹിതനായാൽ, ഒരടിമ കല്യാണം കഴിച്ചാൽ, കുടുംബജീവിതം ആരംഭിച്ചാൽ, ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ, അവൻ തന്റെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചിരിക്കുന്നു. ഫല്യത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ.
സഹോദരങ്ങളെ, എത്ര മനോഹരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക, കുടുംബബന്ധം, കുടുംബജീവിതം എന്നത് റബ്ബിന്റെ നിഅമത്താണ്. അത് നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക. ഇനി സഹോദരങ്ങളെ, ഈ കുടുംബം, ഈ ദാമ്പത്യ ബന്ധം ഇത് ഇസ്ലാമികമാക്കുക എന്നതാണ് ഓരോ മുഅ്മിനിന്റെയും ബാധ്യത. കേവലം കുടുംബബന്ധം, കുടുംബം എന്നതിനപ്പുറത്തേക്ക് അല്ലാഹു തആല നമ്മിൽ നിന്ന് പൊതുവായി ഉദ്ദേശിച്ച കാര്യം എന്താണ്? അല്ലാഹുവിനുള്ള ഇബാദത്താണ്. നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് റബ്ബിനുള്ള ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്ക് ഭൗതികമായി ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതിൽ പെട്ടതാണ് ഇണകളും തുണകളും. ഇനി അത് ഇസ്ലാമികമാക്കി മാറ്റണം. കാരണം ഈ ദാമ്പത്യം, ഈ കുടുംബം, ഈ ഭാര്യയും മക്കളും നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ കൂടെ കൈപിടിച്ച് കയറേണ്ടവരാണ്. ഈ ജീവിതത്തിന് ശേഷം ഇനി ഒരു ജീവിതം വരാനുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിൽ നമ്മൾ വിജയികളാവണം. ആ വിജയിക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, നിത്യവാസമുള്ള, സ്ഥിരതാമസമുള്ള ആ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. ഇഹലോകത്ത് ക്ഷമിച്ച ആളുകൾ, നിസ്കാരം നിലനിർത്തിയ ആളുകൾ, അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവഴിച്ച ആളുകൾ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ച ആളുകൾ, അവരെ അല്ലാഹു നിത്യവാസത്തിനുള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ ഇണകളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും അവരിൽ നിന്ന് നന്മയുടെ ആളുകളെ എല്ലാം ഇവരുടെ കൂടെ അല്ലാഹു ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അല്ലാഹുവിന്റെ മലക്കുകൾ അതാ അവരെ സ്വർഗത്തിന്റെ ഓരോ വാതിലുകളിലും വെച്ച് ആ സ്വർഗത്തിലേക്ക് ആനയിച്ചു കയറ്റുകയാണ്. സലാമുൻ അലൈക്കും എന്ന അഭിവാദ്യം അവരോട് അവിടെ വെച്ച് പറയപ്പെടും. എന്തിനാണ് സലാമുൻ അലൈക്കും? അല്ലാഹുവിൽ നിന്നുള്ള രക്ഷ, സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തിനാണ്? ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചവരാണ്. ദുനിയാവിൽ അനേകം ക്ഷമകൾ പിന്നിട്ട് വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഫനിഅമ ഉഖ്ബദ്ദാർ, ആ സ്വർഗം, ആ സ്തുത്യർഹമായ ഭവനം അതെത്ര നല്ലതാണ്, എത്ര ഉത്തമമാണ് എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബം, ദാമ്പത്യ ബന്ധം, നമ്മുടെ ഇണകളും നമ്മുടെ മക്കളുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറേണ്ടവരാണ് നമ്മുടെ കൂടെ. അതുകൊണ്ട് ഇസ്ലാമികമാക്കണം എന്നതാണ് നമ്മുടെ ബാധ്യത. എങ്ങനെയാണ് നമ്മുടെ കുടുംബം ഇസ്ലാമികമാക്കുക? അതിലേറ്റവും പരമപ്രധാനമായ കാര്യം, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ദീൻ പാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം, കുടുംബ ബന്ധം അത് ഇസ്ലാമികമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. അഥവാ അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി പാലിക്കുക. നമ്മുടെ സ്വന്തം ജീവിതം, നമ്മുടെ വീട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാറ്റിലും അള്ളാഹുവിന്റെ ദീൻ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിലെല്ലാം പ്രധാനമായി പറഞ്ഞത് ദീനാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹാ വലിഹസബിഹാ വജമാലിഹാ വലിദീനിഹാ, സ്വത്തിന്, അതുപോലെ തറവാടിത്തം, സൗന്ദര്യം, ദീൻ, ഇങ്ങനെ 4 പരിഗണിക്കപ്പെടാറുണ്ട്. ഫൽഫർ ബിദാത്തിദ്ദീൻ, അവിടുന്ന് ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പറയുകയാണ്, ദീനുള്ളവളെ നിങ്ങൾ കരസ്ഥമാക്കുക. നോക്കൂ, ദീനിനാണ് പ്രാധാന്യം നൽകിയത്. കാരണം ആ ദീൻ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം ഇസ്ലാമികമാവുകയുള്ളൂ. ഇനി നേരെ തിരിച്ചൊരു വരന്റെ, ഒരു ചെറുക്കന്റെ കാര്യത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും
മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. പെണ്ണിന്റെ വലിയനോട് പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ ദീന് കൊണ്ടും സ്വഭാവം കൊണ്ടും തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ അയാൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. നോക്കൂ, അവിടെയും ദീനിനാണ് പ്രാധാന്യം നൽകിയത്, ദീനും സ്വഭാവവും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അയ്യൽ മാലി നത്തഖിദ്, അല്ലാഹുവിന്റെ റസൂലേ, ഏത് സമ്പത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എന്താണ് നമ്മൾ സ്വരുക്കൂട്ടി വെക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറൻ, നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയം ഉണ്ടാക്കി വെക്കുക, അങ്ങനെയുള്ള ഒരു ഹൃദയം സ്വരുക്കൂട്ടി വെക്കുക. വലിസാനൻ സാക്കിറൻ, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന നാവിന്റെ ഉടമസ്ഥനാവുക. വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംരിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളിൽ ഒരാളെ സഹായിക്കുന്ന മുഅ്മിനത്തായ സത്യവിശ്വാസിനിയായ ഒരു ഭാര്യയെയും നിങ്ങൾ സ്വീകരിക്കുക. അതാണ് നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന ഏറ്റവും നല്ല സമ്പത്ത്. നോക്കൂ നിങ്ങൾ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഖൽബുൻ ഷാക്കിർ, ലിസാനുൻ ദാക്കിർ, അതുപോലെ സൗജത്തുൻ മുഅ്മിന. ഇങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും ദീനിന് പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാം. ഒരിക്കൽ മഹാനായ അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ വന്നു പറഞ്ഞു, എനിക്ക് എനിക്കൊരു മകളുണ്ട്, ഒരുപാട് ആളുകൾ അവളെ വിവാഹം അന്വേഷിച്ചു വരാറുമുണ്ട്, ഞാൻ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സവ്വിജ്ഹാ മൻ യഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് നീ നിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ, അഥവാ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾ. ഫൈൻ അഹബ്ബഹ അക്രമഹ, അള്ളാഹുവിനെ പേടിയുള്ള ദീനുള്ള ഒരാൾക്ക് നീ നിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്താൽ അവൻ അവളെ ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവളെ ആദരിക്കും. വൈൻ അബ്ഗളഹ, ഇനി അവളോട് വല്ല വെറുപ്പും ദേഷ്യവും അവന് തോന്നിയാൽ ലം യദ്ലിംഹ, അവളോട് അതിക്രമം കാണിക്കുകയുമില്ല. നമുക്ക് ദീനിന്റെ പ്രാധാന്യം എത്ര വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ദാമ്പത്യ ജീവിതം, കുടുംബം ഇസ്ലാമികമാവുകയുള്ളൂ, നന്നാവുകയുള്ളൂ. വേറെ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ കടത്തിക്കൂട്ടി കൊണ്ടുവന്നാലും ഇതിന് പകരം നിൽക്കുകയില്ല. ബാക്കിയുള്ള എന്ത് സൗകര്യങ്ങൾ നമ്മൾ നൽകിയാലും, എന്തൊക്കെ കാര്യങ്ങൾ, വിദ്യാഭ്യാസമാവട്ടെ, സമ്പത്താവട്ടെ, എന്തുമാവട്ടെ, എന്തു തന്നെ ആയാലും ദീനിന് അത് പകരം നിൽക്കുകയില്ല. ദീൻ ഒന്നാമതായി പാലിക്കണം എല്ലാ അർത്ഥത്തിലും. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, കുടുംബം ഇസ്ലാമികമാവാൻ നമ്മെ അങ്ങേയറ്റം സഹായിക്കുന്ന കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത്. സ്വഭാവം നന്നാവണം. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. നല്ല രൂപത്തിൽ പരസ്പരം സഹവസിക്കാൻ തയ്യാറാവണം. അല്ലാഹു തആല പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുക. അഥവാ ത്വയ്യിബു അഖ്വാലകും ലഹുന്ന, അവരോട് നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കുക. വഹസ്സിനു അഫ്ആലകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക. വഹൈആതികും, നിങ്ങളുടെ രൂപങ്ങൾ, ബിഹസബി ഖുദ്റതികും, നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ. കമാ തുഹിബ്ബു ദാലിക മിൻഹ, അവളിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുവോ അതുപോലെ നിങ്ങളും അങ്ങോട്ട് ചെയ്യുക. അത് സൗന്ദര്യ പ്രകടനമായാലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫഫഅൽ അൻത ബിഹാ മിസ്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ വർത്തിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ അങ്ങോട്ടും കൊടുക്കുക, എങ്കിൽ തിരിച്ചു കിട്ടും. സ്ത്രീകളോടും പറഞ്ഞു അതേപോലെ തന്നെ, വലഹുന്ന, അവരുടെ മേലും ബാധ്യതയുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് ഇങ്ങോട്ട് ഭർത്താവ്
നന്മ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചവരും അങ്ങോട്ടും ചെയ്യണം. ഇങ്ങനെ നല്ല രൂപത്തിൽ വർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എമ്പാടും ഉദാഹരണങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന് വലിയ സ്ഥാനമുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല സ്വഭാവം കാണിക്കുന്ന ആളുകൾ വീടിന്റെ വാതിൽ തുറന്നാൽ അതോടുകൂടി അവന്റെ എല്ലാ സ്വഭാവവും പോവും. നാട്ടുകാരോട് മൊത്തം നല്ല സ്വഭാവത്തിലായിരിക്കും. കണ്ടാൽ ചിരിയുണ്ടാവും, വർത്താനം ഉണ്ടാവും, സംസാരം ഉണ്ടാവും, കുശലാന്വേഷണം ഉണ്ടാവും. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ കരയും. എന്നാൽ വീടിന്റെ വാതിൽ തുറന്ന് കയറിയാൽ പിന്നെ ആള് മാറുകയാണ്. ആള് മാറി, സംസാരത്തിന്റെ ശൈലി മാറി, സംസാരത്തിന്റെ രൂപം മാറി, ദേഷ്യവും കോപവും പ്രശ്നവും. അങ്ങനെ ഒരിക്കലും നമ്മൾ ആയിത്തീരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. നമുക്കൊരു പ്രയാസം, നമുക്കൊരു സങ്കടം, അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തിന് നമ്മൾ അവലംബിക്കേണ്ടത് നമ്മുടെ ഇണയിലേക്കാണ്. അല്ലാതെ പ്രശ്നം ഉണ്ടാകുമ്പോ, പ്രയാസം ഉണ്ടാകുമ്പോ, മനപ്രയാസം ഉണ്ടാകുമ്പോ കൂട്ടുകാരുടെ അടുത്തേക്കല്ല പോണ്ടത്. മനപ്രയാസവും വിഷമവും സങ്കടവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഭാര്യയിലേക്ക് മടങ്ങാൻ സാധിക്കണം. അതിനാണ് ലിതസ്കുനു ഇലൈഹ എന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണത്, ആയത്താണത്. നമ്മിൽ പലരും എന്താണ് ചെയ്യാറുള്ളത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറാണുള്ളത്. വീട്ടിനകത്തിരിക്കാൻ സാധിക്കുകയില്ല. കാരണം വീട്ടിലിരുന്നാലേ ടെൻഷൻ കൂടുക. വീട്ടിലിരുന്നാൽ ഇവളെ മോന്ത കാണുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവും എന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? പരിശോധിക്കേണ്ടതുണ്ട്. അവളിലേക്ക് സമാധാനമടയാൻ, നമ്മുടെ കാര്യങ്ങൾ പറയാൻ, സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും ഉറ്റുതന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഭാര്യയോട് പറയാൻ സാധിക്കുന്നില്ല, ഭാര്യയോട് മനസ്സ് തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്നിട്ട് ടൂർ പോവുക, കുറെ സ്ഥലങ്ങൾ കാണുക, അതിൽ ആശ്വാസം കണ്ടെത്തുക. ആശ്വാസം കിട്ടോ? ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത യാത്ര വീണ്ടും പോകേണ്ടി വരും. ഒന്ന് കഴിഞ്ഞ് വന്നാൽ വീണ്ടും പോകേണ്ടി വരും. എന്നാൽ നമ്മുടെ വീട്ടിൽ സമാധാനം, അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്നൊരു പേരുണ്ട്. സുക്കൂന് കിട്ടുന്ന സ്ഥലമാണത്, സമാധാനം കിട്ടുന്ന സ്ഥലമാണത്. വീട്ടിൽ കയറുമ്പോൾ സമാധാനമില്ലേ? പുനഃപരിശോധിക്കണം. ആദ്യം പറഞ്ഞ കാര്യം, വീട്ടിൽ അള്ളാഹുവിന്റെ ദീനില്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ് നടപ്പിലാവൂല. കാരണം ഇസ്ലാമിക ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. ദീന് പാലിക്കുക എന്നത് അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചാൽ, അത് പ്രാവർത്തികമാക്കിയാൽ രണ്ടാമത്തത് ഉണ്ടാവേണ്ടതാണ്. ഒരു മുഅ്മിൻ സൽസ്വഭാവിയായിരിക്കണം. അതല്ലെങ്കിൽ ഈമാൻ പരിശോധിക്കണം. എന്റെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. കുടുംബം എന്ന് മൊത്തത്തിൽ അവിടുന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം പരിശോധിക്കുക. നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്വഭാവം എങ്ങനെയാണ് പരിശോധിക്കണം. അതുപോലെ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട് ഒക്കെ നമ്മൾ പരിശോധിക്കണം. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ദീനിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് പിന്നെ ദീന് കൊണ്ട് അർത്ഥമാക്കുന്നത്? നേരത്തെ നമ്മൾ പ്രബോധനവുമായി ബന്ധപ്പെട്ട് കേട്ടില്ലേ? നല്ല രൂപത്തിൽ സംസാരിക്കണം എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറാൻ സാധിക്കണം. ഭാര്യമാരോട് മാത്രം ഒരൊറ്റ സ്വഭാവം, ബാക്കി നാട്ടുകാരോടൊക്കെ നല്ല സ്വഭാവം, എന്നിട്ട് ദീനിന്റെ ആളുകളായി നടക്കുക നമുക്ക് ഒരിക്കലും പാടില്ല. വീട്ടിൽ കയറുമ്പോൾ സമാധാനവും ശാന്തിയും ഉണ്ടാവണം. നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല മാതൃകയായി നിശ്ചയിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് കുടുംബത്തോട് പെരുമാറിയിരുന്നത് എത്ര മനോഹരമായിട്ടാണ്. അവിടുത്തെ കുറിച്ച് ഭാര്യയോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. ഇന്നിരിക്കുന്ന ഓരോരുത്തരോടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക. ഞാനടക്കം നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ ചോദിക്കാണ്, നിങ്ങളെ കെട്ടിയവന്റെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ ഭാര്യക്ക് എന്തു പറയാനുണ്ടാകും? ചിന്തിച്ചു നോക്കണം. അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ബാക്കി എല്ലാ സുന്നത്തും എത്രത്തോളം രണ്ടാം വിവാഹം എടുത്തു പറയും. നമ്മൾ പലരും രണ്ടാമതൊന്ന് കെട്ടാൻ ഭാര്യയോട് തർക്കിക്കുന്ന ആളുകളാണ് നമ്മിൽ പലരും. സഹോദരങ്ങളെ, ആദ്യത്തെ പെണ്ണിനോട് നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിച്ചോ? ആദ്യത്തെ ഭാര്യയോട് നല്ല രൂപത്തിൽ അവളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചോ? നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നമുക്ക് സാധിച്ചോ? എന്നിട്ടാണ് രണ്ടിലേക്ക് കിടക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും വേഗം ദേഷ്യം പിടിക്കുമ്പോൾ രണ്ടാമത്തത് പറയും, ഇടക്കിടയ്ക്ക് പറയും ഒന്നുകൂടി കെട്ടിയല്ല ശരിയാവും. എങ്ങനെ ശരിയാവാനാ? ആദ്യത്തെ ശരിയാക്കാതെ എങ്ങനെ സഹോദരങ്ങളെ രണ്ടാമത്തെ ശരിയാവുക? ആദ്യത്തെ ശരിയാക്കാൻ സാധിക്കാത്ത ഒരുവൻ രണ്ടാമത്തത് എങ്ങനെ ശരിയാക്കും? രണ്ടും നശിപ്പിക്കും എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, രണ്ടാമത് കെട്ടിയിട്ട് അവന്റെ ജീവിതം തൊലഞ്ഞുപോയി. എന്തുകൊണ്ടാണ്? അതിൽ സഹോദരങ്ങളെ ഈ പറഞ്ഞതൊക്കെ വലിയ കാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ തന്നെ നല്ല രൂപത്തിൽ പരിപാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ടാമത് കെട്ടുമെന്ന് പറയുക എന്നുള്ളത് നല്ലൊരു രീതിയല്ല. മറിച്ച് നല്ല രൂപത്തിൽ സംസാരിക്കാനും ഇണകളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവരെ കൂടെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണത്. ഇത് ഇന്നത്തെ ചില ആളുകൾ പറയുന്നത് പോലെയുള്ള കേവലം ഭൗതികമായ കാര്യങ്ങളല്ല. അതിൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ത്? നമ്മുടെ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത്. നമ്മുടെ കൈകൊണ്ട് അവളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നുള്ളത് പ്രതിഫലം ലഭിക്കും. മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവളെ കാണുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ആളുകൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും. പുറത്തുനിന്നായിരിക്കും തീറ്റയും കൂടിയൊക്കെ. ഏതെങ്കിലും ഒരു നേരത്ത് വീട്ടിലെത്തിയാലെത്തി. സഹോദരങ്ങളെ, ഒരിക്കലും നമുക്കത് അനുയോജ്യമല്ല. ഒരു മുഅ്മിനിനത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചത്. ഇസ്ലാം എന്ന പരിശുദ്ധ ദീൻ, അതിനു പുറമെ ഈമാനും അതിനു പുറമെ അഹ്ലുസുന്നത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയും തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ്. അതിനെ തുടർന്ന് നമ്മുടെ മുഖത്ത് വളർന്നിരിക്കുന്ന താടിയും നമ്മുടെ വസ്ത്രധാരവും നിര്യാണിക്ക് മുകളിൽ നമ്മൾ വസ്ത്രം ധരിച്ചതും അതുപോലെ 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതും ജമാഅത്തിന് പങ്കെടുക്കുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകകൊണ്ടാണ്. എന്നാൽ ഈ കാര്യത്തിൽ മാത്രം നമുക്ക് 0 മാർക്കായാൽ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ മുത്തബി ആവുക? യഥാർത്ഥ പിൻപറ്റുന്ന ആള് എങ്ങനെയാണ് ആയിത്തീരുക? ഈ ഒരു പരീക്ഷയിൽ മാത്രം 0 മാർക്ക്, ബാക്കി എല്ലാറ്റിലും 100. അങ്ങനെ ഒരിക്കലും നമ്മൾ ആവരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പന വന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം സഹോദരങ്ങളെ, തഫ്സീറുകളിൽ കാണാം, അവിടുന്ന് എല്ലാ സമയത്തും സന്തോഷം പകർന്നു നൽകും. എന്താ എല്ലാ സമയത്തും സന്തോഷം കൊടുക്കാന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും തെറ്റ് കണ്ടാലൊക്കെ കണ്ണുകൂട്ടുക, ഓളോളെ വയ്ക്ക് പോട്ടെ, ഓളെങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ, അങ്ങനെ സന്തോഷമല്ല. ദീന് പാലിച്ചുകൊണ്ടുള്ള സന്തോഷമാണ്. അവിടുന്ന് ഭാര്യമാരെ സന്തോഷിപ്പിക്കാറുണ്ടായിരുന്നു, തമാശകൾ പറഞ്ഞ് ചിരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് ചിലവഴിക്കാറുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും നല്ല രൂപത്തിലായിരുന്നു ഭാര്യമാരോട് പെരുമാറിയിരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്രത്തോളം തഫ്സീറുകളിൽ കാണാം അവിടുന്ന് രാത്രി ഭാര്യമാരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഉറങ്ങാറുള്ളത്. ഇന്ന് സഹോദരങ്ങളെ, ഈ കാലത്ത് നമ്മൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും. രാത്രി നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലായിരിക്കും.
ഉറങ്ങാൻ കിടന്നാലും ഇതിലായിരിക്കും. എന്നിട്ട് രണ്ടാളും രണ്ട് ലോകത്തായിരിക്കും. ഭാര്യ വേറെ ഗ്രൂപ്പിലും ഭർത്താവ് വേറെ ഗ്രൂപ്പിലും. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ തോണ്ടി തോണ്ടി അവസാനം രണ്ടാളും കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ ഉള്ളു തുറക്കാനോ സംസാരിക്കാനോ നേരമില്ല. നേരം പുലർന്ന് ഓന്റെ പാട്ടിലും പോകും, ഓളോ വായിക്കും പോവും. പിന്നെങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക? കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് മക്കളുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കുക? എങ്ങനെയാണ് അവളുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കുക? സമയം വേണ്ടേ? ഇനി ലീവ് കിട്ടിയാലോ കൂട്ടുകാരപ്പുറം പോവും, ഒഴിവ് കിട്ടിയാലോ പുറത്തിറങ്ങും, പരമാവധി പള്ളിയിലിരിക്കും, അതല്ലെങ്കിൽ വഴിയിലെവിടെയെങ്കിലും തങ്ങും, എന്നിട്ട് അവസാന സമയത്ത് വീട്ടിൽ കയറിപ്പോവും. സഹോദരങ്ങളെ, രാത്രി ഒരൽപ്പം സംസാരിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നല്ല ഒരു ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ അതൊക്കെ വലിയ ഘടകങ്ങളാണ്. സംസാരിക്കാൻ സാധിക്കണം, അതൊക്കെ വലിയ കാര്യമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല ആളുകളും പറയാറുണ്ട്, നമുക്കെല്ലാം പ്രായമില്ലേ, അതൊക്കെ ന്യൂ ജനറേഷന് പറഞ്ഞതല്ലേ, ഒക്കെ ചെറുപ്പക്കാരടിച്ചു പൊളിക്കട്ടെ, നമ്മളൊക്കെ വയസ്സായില്ലേ, നമുക്ക് പ്രായമായില്ലേ. ഇപ്പൊ ഈ നരച്ച കാലത്ത് ഇനിയിപ്പോ തമാശ പറയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സിന് മുകളിലുണ്ടായിരിക്കെ അവിടുന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടി ഒരു യാത്രയിലായിരുന്നു. ഒരു യുദ്ധത്തിനുള്ള യാത്രയാണത്. സംഭവം പലപ്പോഴും നിങ്ങൾ കേട്ട് കാണും. ഈ സംഭവം പറയാതെ ഈ വിഷയം പറയാൻ തോന്നാറില്ല. കാരണം ഇത് മനോഹരമായ ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്ര യുദ്ധത്തിനാണ്. സഹാബത്ത് കൂടെയുണ്ട്. സേനാ നായകനാണ്. 50-ന് മുകളിൽ പ്രായമുണ്ട്. ഭാര്യ കൂടെയുണ്ട്. സഹാബത്തിനെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പിന്നിൽ 2 പേർ ബാക്കിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും. അവിടുന്ന് വിളിക്കുകയാണ് ഭാര്യയെ, ആയിഷ റളിയല്ലാഹു അൻഹയെ, തആലൈ ഹത്താ ഉസാബിഖകി, ആയിഷ വരൂ, നമുക്ക് ഓട്ടമത്സരം നടത്താം. അങ്ങനെ അവർ ഓട്ടമത്സരം നടത്തിയെന്നാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ജയിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ അതുപോലെ ഒരു യാത്രയിൽ വീണ്ടും ഇതേ ഒരു അവസരം കിട്ടി. സഹാബത്തിനെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, തആലൈ ഹത്താ ഉസാബിഖകി, ആയിഷ വരൂ, നമുക്ക് ഓട്ടമത്സരം നടത്താം. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓട്ടമത്സരം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുകയുണ്ടായി, ഞാൻ പരാജയപ്പെട്ടു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ നോക്കിയിട്ട് പറയുകയാണ്, ഹാദിഹി ബിതിൽക്, ആയിഷ, ഇത് അന്നേത്തേന് പകരമാണ്. നമ്മൾ അന്നേത്തേന് പകരം കൊടുക്കും എന്ത്? വല്ല ചീത്തോളിയോ തല്ലോ. ഇത് നോക്കൂ നിങ്ങൾ, എന്താണ് യാത്ര? ഇവിടുത്തേക്കാണ് യാത്ര. അവിടുത്തെ ഉല്ലാസ യാത്രയല്ല, എവിടെങ്കിലും ടൂർ പോകുന്നതല്ല, യുദ്ധത്തിനാണ് പോകുന്നത്. അവിടുന്ന് സേനാ നായകനാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, അവിടുത്തെ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ടും കുടുംബത്തോട് കളിതമാശകൾ പറയാനും ചിരിക്കാനും രസിക്കാനും അവിടുന്ന് മറന്നുപോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു അരമണിക്കൂർ എന്തെങ്കിലും തിരക്കിട്ട പണിയുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഒരു മനുഷ്യനും വരാൻ പാടില്ല, ഭാര്യ വരാൻ പാടില്ല, മക്കൾ വരാൻ പാടില്ല, ഒരാളും നമ്മുടെ പരിസരത്തേക്ക് കാണാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്താണ്? അവിടുന്ന് ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറാൻ വിട്ടുപോയിട്ടില്ല. അവിടുന്ന് അത് മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഈ ഒരു പരീക്ഷയിൽ മാത്രം നമ്മൾ ഒരിക്കലും തോറ്റുപോകരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രായം ചെന്നാലും ശരി, പ്രായമായാലും ശരി, വയസ്സായാലും ശരി. ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, വയസ്സായാൽ ഭാര്യ വേറെ ഭർത്താവ് വേറെ കിടന്നുറങ്ങും. സഹോദരങ്ങളെ, അല്ലാഹു തആല ദുനിയാവിൽ നൽകിയ സൗകര്യങ്ങൾ അത് ദുനിയാവിൽ തന്നെ അനുഭവിക്കാനാണ്. പരലോകത്തേക്ക് അല്ലാഹു വേറെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ഓള് വേറെ ഞാൻ വേറെ, നമ്മൾ രണ്ടുപേരും രണ്ട് ചുറ്റുപാട്. അത് മക്കളെപ്പരം കിടന്നുറങ്ങുക, ഞാനിവിടെ ഒറ്റക്ക് കിടക്കല്, പള്ളിയിൽ കിടന്നുറങ്ങുക അല്ല. മരിക്കുന്നതുവരെ നല്ല സ്വഭാവത്തിൽ കഴിയാനും സന്തോഷിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. ഇത് വലിയ ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. അത് സഹോദരങ്ങളെ എല്ലാറ്റിലുമുണ്ട്. അതിൽ ഈ സ്വഭാവത്തിന്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, എന്താണ് ദാമ്പത്യം, കുടുംബബന്ധം എന്നത്, അതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ ഉപകാരമുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് നമ്മുടെ പരലോക വിജയമാണ്. ഇഹലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണുകൾ താഴ്ത്താനും ജീവിത വിശുദ്ധി പാലിക്കാനും ഒക്കെ അതിന് കാരണമാണ്. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ നമുക്ക് മരണാനന്തരം ഉപകാരം ലഭിക്കേണ്ടതാണ്. നമ്മുടെ തലമുറകൾ ഇവിടെ വളരേണ്ടതാണ്. നമ്മൾ മരിച്ചുപോയാൽ മുറിയാതെ സ്വാലിഹായ സന്താനം ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ ലഭിക്കാനുള്ളതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത നന്മകൾ അവർ ജീവിതകാലം മുഴുവനും ചെയ്താൽ, അതവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ, കുടുംബബന്ധത്തിന്റെ, കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. കുറെ അങ്ങോട്ട് പോവാ, കുറെ യാത്ര പോവാ, കുറെ അങ്ങനെ ജീവിച്ചു പോവാ, എന്നിട്ട് മരിച്ചു പോവാ, അല്ല, അങ്ങനെയല്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിനും ലക്ഷ്യമുണ്ട്. അതിൽ ആത്യന്തികമായി നമ്മൾ പൊതുവെ മനസ്സിലാക്കുക, നമ്മുടെ പരലോക മോക്ഷമാണ് അതിന്റെ എല്ലാറ്റിന്റെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം അത് ഇസ്ലാമികമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭാര്യമാർ ശ്രദ്ധിക്കുക, അല്ലാഹു തആല സ്ഥാനം നൽകിയിട്ടുള്ളത് പുരുഷനാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾക്കുമേൽ അല്ലാഹു തആല പുരുഷന്മാർക്ക് അധികാരം നൽകിയിരിക്കുന്നു, അഥവാ കൈകാരകർത്തൃത്വം. അവർക്കാണ് അല്ലാഹു ഫضല് നൽകിയിട്ടുള്ളത്. അവ ഈ കാലത്ത് അതൊന്നും പറ്റൂല, സ്ത്രീകൾ അടിച്ചമർത്തലല്ലേ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ദീനില്ലാത്ത, വിവരമില്ലാത്ത, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയാത്ത അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് നമ്മുടെ പെണ്ണുങ്ങന്മാർക്കും തോന്നരുത്, എന്താ ഓർക്ക് മാത്രം നമുക്ക് പറ്റൂലേ. അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സ്ഥാനം വളരെ മഹത്തരമാണ്. എന്നാൽ പൊതുവെ പുരുഷന്മാർക്കാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നിയന്ത്രണാവകാശം നൽകിയിട്ടുള്ളത്. അതവർക്ക് വകവെച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല ഒരു ഇസ്ലാമിക കുടുംബം പടുത്തുയർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ നിയന്ത്രിക്കാനും ചെലവഴിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത് പുരുഷന്റെ മേലാണ്. ആ പുരുഷനുള്ള സ്ഥാനം വകവെച്ചു കൊടുക്കാൻ സ്ത്രീകൾ, ഭാര്യമാർ തയ്യാറാവണം. അതല്ലാതെ അതിനോട് വിമുഖത കാണിച്ചാൽ, എതിരിട്ട് നിന്നാൽ ഇസ്ലാമിക കുടുംബം പോയിട്ട് നല്ലൊരു കുടുംബം വരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എത്ര വിവാഹമോചനങ്ങളാണ് നടക്കുന്നത്. വിവാഹം മോചനം നടത്തി ഇതുപോലെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊന്നുമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ട് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾ അതിന്റെ പിന്നാലെ കൂടിയാൽ നഷ്ടപ്പെടുന്നത് അവരവരുടെ ജീവിതമായിരിക്കും, നഷ്ടങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് ബാക്കിയാവുക. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ സ്ഥാനങ്ങൾ പരസ്പരം വകവെച്ചു കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ച നൽകാൻ തയ്യാറാവുക. ദുനിയാവിന്റെ കാര്യത്തിൽ, ഭൗതിക കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ നൽകണം. ദീനിന്റെ കാര്യത്തിലല്ല. ദീനിന്റെ കാര്യത്തിൽ എല്ലാ വിട്ടുവീഴ്ചയും കൊടുക്കുക. ദുനിയാവിൽ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കൂല, അങ്ങനല്ല. ദീനിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ നൽകണം. എങ്കിൽ മാത്രമേ നല്ല ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭൗതികമായ കാര്യങ്ങളിൽ തർക്കിച്ച് അതിന്റെ പേരിൽ അങ്ങനെ പ്രശ്നമുണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനായ പുരുഷൻ, ഒരു മുഅ്മിനായ ഭർത്താവ് മുഅ്മിനത്തായ സ്ത്രീയോട്
കോപിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. അവളെ മാറ്റി നിർത്തരുത്, അവളോട് കോപിക്കരുത്. കാരണം അവളിൽ നിന്ന് വല്ല വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങളും നിനക്കുണ്ടായാൽ അതല്ലാത്ത നിനക്ക് തൃപ്തി ഉണ്ടാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ അവളിലുണ്ടാകും. അതുകൊണ്ട് അവളെ മാറ്റി നിർത്തി, അവളെ ബഹിഷ്കരിച്ച് അവളോട് ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കരുത്. ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് പിടിക്കാത്തുണ്ടാവും, വേറെ ഒരുപാട് നന്മകളുണ്ടാവും. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ചിലപ്പോ പുറത്ത് കാണുമ്പോ കുറെ നന്മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ സഹോദരങ്ങളെ, ഒരുപാട് നന്മകൾ ഉള്ളവളായിരിക്കും നമ്മളെ കൂടെ ഉണ്ടാവുക. അത് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നു പോകും. ഒരുപാട് നന്മകളുണ്ടാകും. ആ നന്മകൾ കാണുക. നമ്മെ തൃപ്തിപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ അവളിലുണ്ടാകും. അത് നമ്മൾ കാണുക. അപ്പോൾ നേരത്തെ പറഞ്ഞ വെറുപ്പ് ശരിയാകും. നന്മ ഉദ്ദേശിക്കണം. നന്മ ഉദ്ദേശിച്ച് നന്നാവണമെന്ന ചിന്ത എപ്പോഴും പരസ്പരം ഉണ്ടായിരിക്കണം. ചട്ടിയും കലാവുമ്പോ തട്ടും മുട്ടൊക്കെ ചെയ്യും, സ്വാഭാവികമാണ്. ഭാര്യയും ഭർത്താവും എപ്പോഴും ഒരേ അളവിൽ ഇങ്ങനെ പോവില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടാകും, ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. അതിൽ ഒരുമിക്കണം, നന്മയിലേക്ക് എത്തണം, നന്നാവണമെന്ന ചിന്ത രണ്ടു കൂട്ടർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അള്ളാഹു തആല അത് നന്നാക്കി തരികയുള്ളൂ. അതുകൊണ്ടാണ് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് അതിന്റെ പിന്നാലെ കൂടി അങ്ങനെ നോക്കിയാൽ അതിനെ നേരെണ്ടാവുള്ളൂ. നേരെ മറിച്ച് നന്മകളിലേക്ക് നോക്കിയാൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും. ഒരുപാട് ഖൈർ സ്ത്രീകളിൽ നമ്മുടെ ഭാര്യമാരിലുണ്ടാകും. അത് കണ്ടാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും, അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ തന്നെ ഉണ്ടാവും. അത് പിന്നെ കൂടുതൽ വഷളാവും, അകൽച്ച വരും. അതുകൊണ്ട് ഭൗതിക കാര്യത്തിൽ വിട്ടുവീഴ്ച നൽകിക്കൊണ്ട്, അത് ഭക്ഷണത്തിന്റെ കാര്യമാവട്ടെ, അതുപോലെ വസ്ത്രത്തിന്റെ കാര്യമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഭൗതിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ച നൽകാൻ നമ്മൾ തയ്യാറാവുക. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും പ്രത്യേകിച്ചു ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൽ ഖനാഅത്ത് എന്നുള്ളത്. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം. ഓളപ്പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒരിപ്പുറത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ വലിയ കാറുണ്ടല്ലോ, ഇപ്പുറത്ത് 2 നില വീടുണ്ടല്ലോ, അയാൾക്ക് അങ്ങനെ ബിസിനസ് ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു അവസാനം ഈ ഷാദ് പോയിട്ട് ലോൺ എടുക്കും, നാട്ടിൽ നിന്ന് മുഴുവനും കടം വാങ്ങും. ഇങ്ങനെ ആകെ ജീവിതം തലകീഴായി മറിയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇസ്ലാമിക കുടുംബം പടുത്തുയർക്കാൻ സാധിക്കുകയില്ല. കാരണം ഹറാമ് വീട്ടിലേക്ക് കയറും, ഹറാമിന്റെ സമ്പത്ത് കയറും, അങ്ങനെ ജീവിതം താളം തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രദ്ധിക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ, ഉള്ളതിൽ സന്തോഷിക്കാൻ, അതിൽ സമാധാനം കണ്ടെത്താൻ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഉള്ളത് ഭാര്യമാർക്ക് നൽകേണ്ടത് നേരത്തെ കേട്ടില്ലേ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ. നമ്മൾ മാത്രം അടിച്ചു പൊളിക്കുക, നമ്മൾ മാത്രം ടൂർ പോവുക, നമ്മൾ മാത്രം യാത്ര പോവുക, ആ മേഖലകൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ അർത്ഥം ദൂർത്തടിക്കണമെന്നല്ല, മറിച്ച് ഉള്ളതിൽ ആ രൂപത്തിൽ അള്ളാഹു നൽകിയത് കുറച്ചാണെങ്കിലും സഹോദരങ്ങളെ, അതിൽ അള്ളാഹു തആല ബറക്കത്ത് നൽകും. ആ ബറക്കത്ത് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രമിച്ചാൽ അത് അങ്ങനെ തന്നെ ആക്കിത്തരും. അതല്ല, നമ്മുടെ കണ്ണുകൾ നീണ്ടുപോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും വ്യതിചലിച്ചു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഭാര്യമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ ശ്രദ്ധിക്കണം. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ, ഉള്ളത് കൊണ്ട് സമാധാനിക്കാൻ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരും നല്ല രൂപത്തിൽ അധ്വാനിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം. സ്ഥിരമായി പണിക്ക് പോവാനും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജോലിക്ക് പോവാനും ശ്രദ്ധിക്കണം. ജോലിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന ഭാര്യമാർക്ക് പ്രശ്നം ഉണ്ടാവും, അവർക്ക് വേവലാതി വരും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതിനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ സഹോദരങ്ങളെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഹറാമ് കലരാതെ, ഇന്ന് കാണുന്നില്ല എത്ര ആളുകളാണ് EMI എന്ന് പേര് പറഞ്ഞ് പലിശയിൽ ചെന്ന് വീഴുന്നത്. അപ്പുറത്ത് കാറുണ്ട്, അപ്പൊ നമുക്കും കാറ് വേണം. അയാൾ എടുത്തത് ലോണാണ്, അപ്പൊ നമുക്ക് ലോണ്, വേറെ നിവൃത്തിയില്ല. അപ്പുറത്ത് 1 നില 2 നിലാക്കി, അപ്പൊ ഇയാൾക്ക് 2 നിലാക്കാനില്ല, അപ്പൊ ലോൺ എടുക്കണം. ഇങ്ങനെ ഓരോന്നും എല്ലാറ്റിനും അടവാണ്.
അടവ് എന്ന് പറഞ്ഞ അവസാനം ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് ഇയാൾ ഒരു അടവുകാരനാവും. ആളുകളെ കാണുമ്പോ പിന്നെ അടവ് വായിക്കേണ്ട അവസ്ഥയിലാവും. എല്ലാറ്റിനും അടവെടുത്തിട്ട് ഒരാൾക്ക് എത്ര EMI ആണ്, എത്ര പലിശയാണ്, അടവോടടവ്. പിന്നെ കാണുമ്പോഴൊക്കെ ഇയാൾ പിന്നെ അടവുകാരനായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ, അതിൽ അള്ളാഹുവിനോട് ബറക്കത്തിനെ ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഏഴാമത്തെ കാര്യം അവസാനമായി അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളുടെ ശ്രേഷ്ഠതയിൽ, പ്രത്യേകതയിൽ പെട്ടതാണ് വല്ലദീന യഖൂലൂന റബ്ബന, അവർ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ ദാമ്പത്യ ജീവിതവും നമ്മുടെ ബന്ധങ്ങളുമെല്ലാം നന്നായി തീരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണിത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് നീ ഞങ്ങളെ മാതൃകാ യോഗ്യരാക്കണേ, ഇമാമിങ്ങളാക്കണേ. തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ഇമാമിങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുത്തഖീങ്ങളായിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സൂക്ഷിക്കുന്ന, സൂക്ഷ്മത കൈക്കൊള്ളുന്ന ആളുകളായി തീർന്നാൽ അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നമ്മെ ഇമാമിങ്ങളാക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം ദീന് പാലിച്ചുകൊണ്ടും സ്വഭാവം നന്നാക്കിക്കൊണ്ടും ജീവിതത്തിന്റെ ലക്ഷ്യം മറക്കാതെയും പരസ്പരം ഭൗതിക കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടും ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും അങ്ങനെ പരസ്പരം ആഖിറത്തിനു വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന, അതിനുവേണ്ടി മത്സരിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. സമയത്തിന്റെ പരിധി കൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല കുടുംബം, നല്ല ദാമ്പത്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധം, നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ ജീവിതം ഇസ്ലാമികമാക്കാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മേഖലകളിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി നമ്മെ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.